പറ്റൂല. പിന്നെ മെല്ലെ നമ്മ കുട്ടികളാണ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വർത്താനം, സുഖമല്ലേ? അൽഹംദുലില്ലാ, അമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ്. വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അന്നെച്ചാട്ടിൻ്റെ മുഖത്തൊരു സുഖമില്ലാത്ത അന്റെ മുഖം ഒരു സുഖമില്ലല്ലോ. അതെന്തിനാ ഫാത്തിമ കയറി? എടി മാമിനോ പറഞ്ഞോ? മാമിനോ പറഞ്ഞോ? എന്നിട്ട് മാം എന്ത് പറഞ്ഞു? മാം എന്ത് പറഞ്ഞു? മാം ഫാത്തിമയെ ചീത്ത പറഞ്ഞോ? ചില ദിവസം ഇങ്ങനെയാണ് കേട്ടോ. ഇസാൻ സ്കൂളിൽ വന്നാൽ ഓനക്ക് പറയാനും കുറേ കഥകളുണ്ടാവും. ഇന്നിപ്പം ഓനോൻ്റെ ഫാത്തിമ ബുക്ക് കീറിയ ആ ഒരു കഥയാണ് പറയുന്നത്. അപ്പം മൂപ്പരാകെ സാഡായിക്കണ് ഓൾ ബുക്ക് കീറിയിട്ട്. പക്ഷെ ഞാനെപ്പോഴും ഓൻ എന്ത് പറഞ്ഞാലും അതിന് ഓവർ റിയാക്ഷൻ കൊടുക്കും കേട്ടോ. അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി അങ്ങനെ കാണുമ്പോൾ ഓനക്കും ഭയങ്കര ഹാപ്പി ആവും. മറ്റേത് നമ്മൾ മൈൻഡ് ചെയ്യാതെ നോക്കുമ്പോൾ ഓനക്കും പിന്നെ അത് വന്ന് പറയാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ആളെ മെല്ലെ മേലി കഴുകാൻ വിട്ടിട്ട് ഞാൻ വൈകുന്നേരം സ്നാക്കിന് നമ്മൾ ബീച്ചിലൊക്കെ കിട്ടൂലേ ഗ്രീൻ പീസ് മുട്ടൊക്കെ ഇട്ടിട്ട് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ല പൂതി വരും കേട്ടോ. നല്ല പൊരിച്ച കടിയോ അതിനിങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കഴിക്കാൻ വല്ലാത്തൊരു ക്രേവിങ്സാണ് ഉണ്ടാവല്. അതുപോലെ ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഹെസൻ്റെ സർജറി കഴിഞ്ഞ് വീട്ടിലായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഭയങ്കര മിസ്സിങ് ആണ്. മറ്റേ നമ്മളങ്ങനെ വീട്ടിലെപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുകയൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് കസിൻസിൻ്റെ അടുത്തും തറവാട്ടിലും വീട്ടിലും ഒക്കെ പോവും, ബീച്ചിൽ പോവും, അങ്ങനെ ഫുൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകുന്നതാണ്. സ്കൂളില്ലാത്ത ദിവസമൊക്കെ സാറ്റർഡേ സൺഡേ ഒക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നതാണ്. ഇപ്പം സാറ്റർഡേ സൺഡേ അങ്ങനെ ഒന്നുമില്ല. ഇപ്പം എൻ്റെ സാറ്റർഡേ സൺഡേ എന്ന് വെച്ചാൽ കിടന്നുറങ്ങാൻ എന്നുള്ള ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ആകെ വല്ലാത്ത ചടപ്പായിക്കണ്. ചില സമയത്ത് വല്ലാത്ത സങ്കടം തോന്നിട്ടോ വീട്ടിൽ തന്നെ ഇങ്ങനെ ചടച്ചു കൂടിയിരിക്കുമ്പം. പിന്നെ ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. ഇൻഷാ അല്ലാ ഇതൊക്കെ റെഡി ആയിട്ട് വേണം പുറത്തൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യാൻ. അപ്പം അങ്ങനെ ഇപ്പം എനിക്ക് ഇത്ര ബോറടി ഉണ്ടെങ്കിൽ എസൊക്കെ എത്ര ബോറടി ഉണ്ടാവും. കാരണം ഓക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. ഇപ്പം കുറേ ആയില്ലേ ക്ലാസ്സിലൊക്കെ പോയിട്ട്. അപ്പോൾ ഓക്കും അത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ എല്ലാം വേഗം റെഡി ആവട്ടെ എന്തായാലും. അങ്ങനെ ഞാൻ ഗ്രീൻ പീസിനുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇത്രയും തന്നെ മതി കേട്ടോ ഗ്രീൻ പീസിലേക്ക്. അതിൻ്റെ ഇടയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഷുഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബ്രൗൺ ഷുഗർ കുക്കീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള ഷുഗറൊക്കെ ഞാനൊരു ബോട്ടിലാക്കി വെക്കാണ്. അപ്പോൾ ഞാനത് ചായ ഉണ്ടാക്കുമ്പം ചായയിലിട്ടിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പം ഞാൻ കുറച്ച് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൊട്ടിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുക്കീസ് ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പീനട്ട് കുക്കീസ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പം ഒരതിൽ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ വൈറ്റ് ഷുഗർ ആഡ് ചെയ്തു. അപ്പോൾ എനിക്കത് അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും കുക്കീസോ കേക്ക്സൊക്കെ ഉണ്ടാക്കി വെക്കണം. കാരണം ഇസാൻക്ക് ഇങ്ങനെ സ്നാക്സിന് എന്നും ബ്രെഡ് തന്നെ കൊടുത്തിട്ട് എനിക്ക് നല്ല ചടപ്പാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അത്ര കുഴപ്പമില്ലല്ലോ, കുറച്ചുകൂടി സേഫ് അല്ലേ. ഇതേപോലെ കപ്പ് കേക്ക്സോ കുക്കീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇനിയിപ്പോൾ വൈകുന്നേരം വന്നാലും ഓർക്ക് അങ്ങനെ കൊടുക്കാമല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ. കുക്കീസിൻ്റെ പീനട്ട് കുക്കീസിൻ്റെ സംഭവം അത് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ടേനു. പിന്നെന്താ പറയുക, ആ ഒരു വൈറ്റ് ഷുഗർ ഇട്ടിട്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് കുക്കാവാൻ കുറച്ചധികം ടൈം എടുത്തു.
ഇനിയിപ്പോൾ അതാ ഞാൻ ഗ്രീൻ പീസ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പുറത്തിൻ്റെ ഇളയിച്ച് മാഗി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇസാൻക്കും ഹെസക്കും ഈ ഒരു സംഭവം ഒന്നും ഇഷ്ടമല്ല, ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട്. അവർക്ക് ഉള്ളി ഇട്ടിട്ടുള്ള ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പം ഓർക്ക് ഞാൻ മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് എനിക്കും എൻ്റെ ഇളച്ചിക്കും പാടിയാണ് കേട്ടോ, നമ്മൾ രണ്ടാൾക്കും കൂടിയാണ് ഗ്രീൻ പീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നെ പെട്ടെന്ന് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മൂന്നാളും കൂടിയാണ് ചായ കുടിച്ചത്. ഈ ഒരു ഉള്ളി നല്ലപോലെ വാടി വരുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് അതിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, നല്ലോണം വാടി വരുന്നതൊന്നുമില്ല. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല, ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ ആക്കണമെങ്കിൽ വേറെ മീറ്റ് മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെ ഒന്നും യൂസ് ആക്കലേ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും പൗഡർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതാ ഓരോത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരു പാത്രത്തിൽ കുറച്ച് ജമാൻക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജമാന് ചിലപ്പോൾ ഇതൊന്നും കഴിക്കില്ല, പക്ഷെ എന്നാലും ഓനക്കൊരു പ്ലേറ്റിൽ പേരിനെങ്കിൽ ആക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഓനക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് മാഗിയും കഴിച്ചതേ ഇല്ല കേട്ടോ. ഓനക്ക് ഗ്രീൻ പീസാണ് ഓനക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ വിചാരിച്ച് ഗ്രീൻ പീസ് ഓനക്ക് ഇഷ്ടപ്പെടില്ലാന്ന്, പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. ഓനക്ക് ഗ്രീൻ പീസ് ഇഷ്ടപ്പെട്ടു, മാഗി ഓൻ കഴിച്ചിട്ടില്ല. അങ്ങനെ അതാ രണ്ടാക്കും ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഓനുണ്ടാവും കേട്ടോ കൂടെ. ഓന് കണ്ടില്ല അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത് ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് പൊടികളെ റോസ്മെല്ലൊക്കെ മാറിയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഗ്രീൻ പീസ് കുറച്ചൊന്ന് വേവുന്നതാണ് കേട്ടോ ഇഷ്ടം. നല്ല മണിമണി പോലെ നിൽക്കുന്നത് വലിയ താല്പര്യമില്ല, കുറച്ചൊന്ന് വേവുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വേവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 മുട്ട വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2 ഇതിലേക്ക് കറക്റ്റാണ് ഈ ഒരു മെഷർമെൻറ്റിന്. അങ്ങനെ ഞാൻ ഗ്രീൻ പീസ് ആയതിന് ശേഷം കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇമ്മക്ക് കട്ടൻ ചായ, മക്കൾക്കും ഇമ്മക്കും കട്ടനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ഒരു പുതിയൊരു കോഫീൻ്റെ ഓഫർ ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു ലാവസ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കോഫി ആട്ടോ. അപ്പോൾ എനിക്കത് വാങ്ങി നോക്കണം എന്നുണ്ടായിരുന്നു. അത് ബൈ 1 get 1 ഫ്രീ ഉണ്ടായിരുന്നു. അപ്പം എനിക്കതിങ്ങനെ വാങ്ങി നോക്കണം എന്നുണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയില്ല. എനിക്ക് ഈ കോഫിയൊക്കെ ഈ ഓരോരോ ബ്രാൻഡിൻ്റെ യൂസ് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം അങ്ങനെ യൂസ് ചെയ്ത് വാങ്ങി നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാനതിൻ്റെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ എന്താക്കിയെന്നറിയോ, പാലെടുക്കാൻ വേണ്ടി പോയപ്പം അവിടെ ഉണ്ട് 500 ml ഒരു പാലെടുത്തിട്ടുണ്ടെങ്കിൽ 2 രൂപേൻ്റെ ആ ഒരു അതിൻ്റെ ഒരു ചെറിയൊരു സാഷയില്ലേ കോഫി പൗഡറിൻ്റെ ഈ ലാവസ്റ്റൻ്റെ തന്നെ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അങ്ങനെ 500 ml പാല് വാങ്ങി. എന്നിട്ട് പിന്നെ അപ്പം എന്നിട്ട് ആ 2 രൂപേൻ്റെ കോഫീൻ്റെ പൗഡറും വാങ്ങിയിട്ട് ട്രൈ ആക്കി നോക്കി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എനിക്ക് ഈ വീഡിയോയിൽ കണ്ടോ 2 കോഫി 2 കളറായിരിക്കുന്നത് ആ ഡാർക്ക് കളറായിട്ടുള്ളതാണ് കേട്ടോ. ആ 2 രൂപേൻ്റെ ഞാൻ പറഞ്ഞ കോഫി പൗഡർ ലാവസ്റ്റ് അങ്ങനെ എന്തോ ആണ് പേര്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നെസ്കഫേനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് തോന്നി. ഇനി പറയില്ല, ഞാൻ ഇപ്പം കുറേ ആയിട്ട് നെസ്കഫേനല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് വന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ, നല്ലൊരു ഡാർക്ക് കളറും വന്നു. ആ കോഫി പൗഡറിൻ്റെ കളറിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റും എനിക്ക് തോന്നി. പിന്നെ അവിടെ ഇസാനും
സമാനും കൂടി അതിൻ്റെ കൂടെ ഇവിടെ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ പോയതേനു കേട്ടോ. ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ ലാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഇസാന് ചായ ഒക്കെ കുടിച്ചിട്ട് വേഗം പോകണം. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോനക്ക് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കേനു. അപ്പം രണ്ടാളും പോയിട്ടുണ്ട്. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്ര ധൈര്യത്തിൽ പറഞ്ഞയച്ചത്. കാരണം ഇന്നലെയൊക്കെ പോയപ്പം അവിടെ ഏതോ കുട്ടികളൊക്കെ മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനു. പിന്നെ ഒരു പോയി ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വേഗം തിരിച്ച് വന്നിട്ടോ. വരുമ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി വന്നിട്ടുണ്ടേനു. കാരണം ഹെസനെ കൂട്ടാതെ പോയതല്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടേനു വരുമ്പോൾ ഹെസക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോക്കോബാറൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നത്. പിന്നെ ഹെസക്ക് അങ്ങനെ ഒരു പോകുന്നതിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനും ഇങ്ങനെ ആദ്യം വിചാരിക്കും ഇനിയിപ്പോൾ ഇവർ പോകുമ്പോഴൊക്കെ ഇവർക്ക് പ്രശ്നമാവുമെന്ന്. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് ഒരു പോകണമെങ്കിൽ പുറത്ത് പോയിക്കോട്ടെ അങ്ങനത്തെ മൈൻഡാണ്. എൻ്റെതൊക്കെ മാറിയാൽ ഞാനും പോവല്ലോ എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ. അങ്ങനത്തെ ഒരു പോസിറ്റീവ് മൈൻഡാണ് മാഷാ അല്ലാ. അങ്ങനെ ഓന് കൊണ്ടുവന്നിട്ടുള്ള ചോക്കോബാറൊക്കെ എല്ലാവരും പാടി കഴിച്ച്. എൻ്റെ സമ്മാനം പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എല്ലാ ഭാഗത്തും ആക്കിട്ടോ. 4 ഭാഗത്തും ആക്കിയെങ്കിൽ ഡബിൾ പണി തരും. അതുപോലെ തന്നെയാണ് സമാൻക്ക് പുറത്ത് പോകാനാണെങ്കിൽ ഓന് ആരെ കൂടായാലും പോയിക്കോളൂ. ഓനക്ക് പുറത്ത് പോയി മിഠായി വാങ്ങാനെന്ന് പറഞ്ഞാൽ ആര് വിളിച്ചാലും ഓൻ പോകുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇളയിച്ചൊക്കെ പോയി പ്ലേറ്റൊക്കെ 3 ആക്കും എടുത്തു കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ പണിയാവുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നാളെ ഇസാൻക്ക് സ്നാക്സിന് ഇപ്പോൾ 3-4 ദിവസമായിട്ട് അടുപ്പിച്ച് തന്നെ ബ്രെഡ് തന്നെ കൊടുക്കുന്നത്. ബ്രെഡ് ഒന്നെങ്കിൽ പീനട്ട് ബട്ടറിലാക്കും, അല്ലെങ്കിൽ ചോക്ലേറ്റിലാക്കും, അല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗിൽ ഫ്രഞ്ച് ടോസ്റ്റ് പോലെ ആക്കും. ഈ ഒരു 3 ഐറ്റംസ് മാറി മാറി ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിസ്ക്കറ്റൊന്നും പിന്നെ അങ്ങനെ അവിടെ വാങ്ങി സ്റ്റോക്ക് ആക്കലില്ല കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമാനം അത് ഫുള്ള് ഒറ്റയടിക്ക് ഇരുന്ന് തിന്ന് തീർക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇവിടെ ബിസ്ക്കറ്റ് അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങില്ല. കാരണം ഓനക്കത് അപ്പം തന്നെ തിന്നണം. ഓനക്കാണെങ്കിൽ എപ്പോഴും കഫക്കെട്ടുമാണ് ഈ മിഠായിക്ക് ഇങ്ങനെ തിന്നിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ബിസ്ക്കറ്റൊന്നും അങ്ങനെ വാങ്ങി വെക്കലേ ഇല്ല. പിന്നെ ഇവനെങ്ങനെ ആയാലും ഇസാൻ പോകുന്നതിന് മുന്നേ എണീക്കും. അപ്പോൾ ഇസാൻ്റെ ലഞ്ച് പാക്ക് ചെയ്യുന്നേക്കും കിച്ചണിൽ തന്നെ ഫുൾ ടൈം. ഞാൻ കിച്ചണിലാണെങ്കിൽ ഓൻ ഫുൾ ടൈം കിച്ചണിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഓൻ്റെ ലഞ്ചിന് എന്താ സ്നാക്കിന് എന്താണെന്നൊക്കെ ഓൻ കാണുന്നുണ്ടാവും. അപ്പം ഓനെ ഒളിപ്പിച്ചിട്ട് അങ്ങനെ ഒന്നും വേഗം കൊണ്ട് ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ ഇസാൻക്ക് സ്നാക്സിനും പിന്നെ വൈകുന്നേരമൊക്കെ വന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഗീ കേക്ക് ഇസാൻക്ക് മാത്രമല്ല കേട്ടോ, ഇവർ 3 ആക്കും തന്നെയാണ്. പക്ഷേ സ്നാക്സിന് പിന്നെ ഇസാൻക്കാണല്ലോ വേണ്ടത്. അപ്പം ഞാൻ ഗീ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച്. ഇവർക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കേക്ക് ഐറ്റംസ് എങ്ങനെ കൊളായാലും എൻ്റെ മക്കൾ കഴിച്ചോളും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഗീ കേക്ക് സംഭവം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നല്ല ഇതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരു 2-3 ദിവസത്തേക്കൊക്കെ, എൻ്റെ വീട്ടിലാകുമ്പോൾ 2 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഇവിടെ 3 ആൾക്കാരും പിന്നെ ഞാനും കഴിക്കും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക്. അപ്പം അതുകൊണ്ട് എൻ്റെ വീട്ടിൽ അതും നമ്മൾ പിശുക്കിയിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കും എന്നറിയോ. ഒരു 3 പീസൊക്കെ ഇവനക്ക് ഇന്നിപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 3 പീസ് എനിക്ക് നാളത്തേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് ബാക്കിയാണ് നമ്മൾ കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ തിന്ന് തീർക്കും. നമുക്കിവിടെ ഈ ഗീ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നോർമൽ ഈ തരിപ്പോള അല്ലെങ്കിൽ വൈറ്റ് കേക്ക്, വാനില കേക്ക് ഒന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഗീ ഒഴിച്ചിട്ടാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഗീ കേക്കിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി നേരെ അവനിലേക്ക് വെക്കുന്നുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആദ്യം ഒരു 10 മിനിറ്റ്സ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യും, എന്നിട്ടൊരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിത് നോർമൽ സോസ് പാനിലായാലും ചെയ്തെടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യമൊക്കെ സോസ് പാനിൽ തന്നെ ചെയ്തെടുക്കൽ. ഇപ്പം പിന്നെ എനിക്ക് ഓവൻ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തെടുക്കുന്നതെന്നേ ഉള്ളൂ. അപ്പം ഞാനങ്ങനെ അതവിടെ വെച്ചു. പിന്നെ രാത്രി കപ്പ ഉണ്ടാക്കാൻ വിചാരിച്ച്. ഈ പൂളപ്പുഴുക്ക്, നമ്മളവിടെ ഈ പൂളാന്ന് തന്നെ കേട്ടോ പറയൽ, കപ്പാന്നൊന്നും അങ്ങനെ ആരും പറയലില്ല. ഇന്ന് നമുക്ക് ഉച്ചക്ക് ചിക്കൻ കറി ചെയ്യുന്നു. അപ്പം ചിക്കനല്ല ബീഫ് കറി ചെയ്യുന്നു. അപ്പോഴേ എസ പറയുന്നുണ്ട് കേട്ടോ. എസക്ക് ഇങ്ങനെ ഈ ബീഫ് കറിയും പൂളിയും മീൻ കറിയും പൂളിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഓളാണ് ഫസ്റ്റ് ഇത് പറഞ്ഞത് കേട്ടോ. അതിനോളെ ഉമ്മ പൂള ഉണ്ടെങ്കിൽ നമുക്ക് പൂളിയും കൂട്ടി കഴിക്കാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓളന്നെ അങ്ങനെ ഇപ്പനെ വിളിച്ച് പറഞ്ഞ് ഇപ്പം വരുമ്പോൾ പൂള വാങ്ങിയിട്ട് വന്നതേനു. നല്ല പൂളേനു കേട്ടോ, പെട്ടെന്ന് കുക്കായിട്ടുണ്ടേനു. നല്ല മഷി പോലെ വേവുന്ന പൂള എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു പൂളേനു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പൂള. അങ്ങനെ അതൊക്കെ കുക്കറിലേക്ക് വെച്ചിട്ട് പിന്നെ നേരെ ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാനുണ്ടേനു. പിന്നെ ആ പണിക്ക് നിന്നിട്ടോ. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാത്രം കേൾക്കുന്ന കാര്യം ഇഷ്ടമല്ല എന്നുള്ളത് കേട്ടോ. അത് സത്യമാണ്. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്തോളാം, ഈ പാത്രം കേൾക്കുമെന്ന് അറിയും. ഇവിടെ കൂടുതലും ഇപ്പം എൻ്റെ ഇളയിച്ചുള്ള സമയത്ത് ഓളാണ് കേട്ടോ പാത്രം കേൾക്കൽ. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കും,
ഓൾ പാത്രം കഴുകാനും നിൽക്കും. ഇന്നിപ്പം ഓൾ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരെ പാത്രം കഴുകാൻ വന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കമൻറ്റ് വന്നത് എന്തേനും പാത്രം കഴുകിയാൽ എന്താ ഈ ചത്തു പോകുമെന്ന്. പാത്രം കഴുകിയിട്ട് ഇന്ന് വരെ ആരും ചത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി ആ കമൻറ്റ് ചെയ്ത ആളെ ഇതിൽ അറിവിൽ ആരോ അങ്ങനെ ചത്തിക്കണോന്നുള്ളത് അതെനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ആരും ചത്തിട്ടൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ എൻ്റെ ഇളയച്ചിമാർ ഉള്ളതുകൊണ്ടാണ് ഓരോരുത്തർ രണ്ടാളും മാറിയിട്ടാട്ടോ നിൽക്കലിൻ്റെ അടുത്ത്. അപ്പം ഓരാരെങ്കിലും ഉള്ളതുകൊണ്ടാണ് ഒരു പാത്രം കഴുകണത്. അല്ലാന്നുണ്ടെങ്കിൽ എസൻ്റെ സർജറീൻ്റെ മുന്നേ ഞാനും എൻ്റെ 3 മക്കളും ഒരുമിച്ച് മീൻസ് ഒറ്റക്കാണ് കേട്ടോ വീട്ടിൽ നിന്നത്. രാത്രി എൻ്റെ അനിയൻ വരുന്നല്ലാതെ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യൽ. കുക്കിങ്ങും ക്ലീനിങ്ങും പാത്രം കഴുകലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യൽ. അപ്പം ആ ഒരു കമൻറ്റിന് എനിക്ക് വലിയ പ്രസക്തി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പാത്രം കഴുകിയാൽ ചത്തു പോകുന്നില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ചെയ്യാൻ. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആകുമ്പോൾ നമ്മളത് ചില സിറ്റുവേഷനിൽ നമ്മളത് ചെയ്തേ പറ്റുമെന്ന് വരും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ തിരുമ്പിയത് മടക്കൽ, തിരുമ്പിയത് ചിക്കിയിടൽ, മടക്കൽ അങ്ങനത്തൊക്കെ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഞാൻ തന്നെയാണ് അതൊക്കെ ചെയ്യൽ. കാരണം വേറെ ആരും ചെയ്യാനില്ലല്ലോ. വീട്ടിലാകുമ്പോൾ ഇമ്മാണ് ആ പണിയൊക്കെ ചെയ്യൽ. ഞാൻ ജസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കൽ. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവും, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാവും. അങ്ങനെ അതാ പൂള കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കഴിക്കലാണ്. പൂളിയും നല്ല ബീഫ് കറിയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റിനായിരുന്നു. നല്ല ഇങ്ങനെ മിക്സാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഉദാഹരണ കേക്കും കൂടി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനതിലെ പൊടികളൊക്കെ എനിക്കിങ്ങനെ ഈ കേക്കിൻ്റെ അടിയിലുള്ള പൊടിയില്ലേ, ആ പൊടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അതാ ഞാൻ കട്ട് ചെയ്തിട്ട് വേഗം എടുത്ത് വെക്കലാണ് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം എൻ്റെ ജമ കാണുന്നതിന് മുന്നേ ഞാൻ വേഗം കട്ട് ചെയ്തെടുത്തേക്കും. ഓർക്ക് ഞാൻ വേഗം ഒരു 2-3 പീസ് കൊടുത്തിട്ട് വേഗം കട്ട് ചെയ്തെടുത്തേക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓനിങ്ങനെ അതും ഇനി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരയാൻ തുടങ്ങും. ആൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും കഴിക്കുക. ഈ ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല. ഇവർക്ക് ഇങ്ങനത്തതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. ഇങ്ങനത്തത് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചോറൊക്കെ അങ്ങനെ കഴിച്ചോളും. ഇങ്ങനത്തത് കണ്ടാൽ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് തന്നെ ബിസ്ക്കറ്റ്, മിഠായി അങ്ങനെയൊക്കെ കഴിക്കും. ചോറ് കഴിക്കില്ല. ഇത് കണ്ടോ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ആക്കി നോക്കി. റെസിപ്പീൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സിനൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, സ്നാക്സിന് നല്ല നോർമലായിട്ട് കഴിക്കാൻ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അല്ലേ. അങ്ങനെ ഇതാ ഞാൻ കേക്കൊക്കെ ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയി കിടന്നുറങ്ങാം. പിന്നെ നാളത്തേക്കുള്ള കടലയും കൂടി പുതർത്തി വെക്കുന്നുണ്ട്. അതും പാടി കഴിഞ്ഞാൽ പിന്നെ വേഗം പോയിട്ട് കിടന്നുറങ്ങാം കേട്ടോ. കിടന്നുറങ്ങാന്ന് വെച്ചാൽ വേഗം റൂമിലേക്ക് പോവും. പക്ഷെ കിടന്നുറങ്ങലൊക്കെ കണക്കാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം.